നമ്മുടെ നിയമം പറയുന്നുണ്ട് അയാളെ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ഹീസ് പ്രിസ്യൂം ടു ബി ഇന്നോസെന്റ്. പക്ഷെ അങ്ങനെ പറയുന്നേ ഉള്ളൂ. പക്ഷെ അയാൾ പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ പ്രതിയായിട്ട് തന്നെയാണ് കാണുന്നത്. മദനിന്റെ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം അക്യൂസ്ഡിന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് നമ്മൾ അയാൾ ആന്റി നാഷണൽ ആയിട്ട് നമ്മൾ അങ്ങ് അയാൾ അവരോധിച്ചു. അതുകൊണ്ട് തന്നെ അയാളുമായിട്ട് തൊടുന്നത് എന്തും സംസാരിക്കുന്ന ആൾക്കാരും അയാളുമായിട്ട് ഇടപഴകുന്നവരെല്ലാവരും ദേശദ്രോഹികളായിട്ടും ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടൊക്കെ മുദ്രകുത്തപ്പെട്ടു. മഴതനിയെ കർണാടക പോലീസ് പെട്ടോടുകൂടി അറസ്റ്റ് ചെയ്തു. അതോടുകൂടി അദ്ദേഹം ഭയങ്കരമായ ഒരു തീവ്രവാദി എന്ന ഒരു പരിവേഷം ഉണ്ടാകും. നേരത്തെ കടന്ന 9.5 കൊല്ലത്തെ ആ റിക്കാർഡിന്റെ അദ്ദേഹത്തിന് റിക്കാർഡിന് ശേഷമാണല്ലോ കോടതി വിധി വന്നത് നിരപരാധിയായിരുന്നു. എന്നിട്ട് പോലും വീണ്ടും അതേ തരത്തിലുള്ള ഒരു കള്ളക്കേസ് ചുമത്തി അദ്ദേഹത്തെ കൊണ്ടുപോയി കർണാടക ജയിലിൽ അടച്ചിരിക്കുന്നു. ഇതേ സംബന്ധിച്ച് ഒരു മറുവശം ചിന്തിക്കാൻ പോലും ഈ മാധ്യമങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ ന്യൂസിന്റെ സ്രോതസ് ഇന്നും ന്യൂസിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പരിഗണിക്കുന്നത് ഔദ്യോഗിക സ്രോതസ്സാണ്. അതിലാണ് പോലീസ് സ്റ്റേഷൻ, അന്വേഷണ കമ്മീഷൻ ഇതൊക്കെ വരുന്നത്. എന്ന് മാത്രമല്ല അപകടകരമായ ഒരു രീതിയിലേക്ക് അത് മാറുകയും ചെയ്തു. അതായത് പോലീസൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പടി വിഴുങ്ങി അതിന് പ്രചാരം കൊടുക്കുകയും ചെയ്യാം. ഇതിനൊരു മറുവശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനെ പറ്റി അന്വേഷിക്കുന്നേയില്ല. ഇപ്പോൾ ഷാഹിന ഇത്തരം അന്വേഷണം നടത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് പീഡനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്ന് ഒഴിഞ്ഞു മാറി സുരക്ഷിതരാവാനുള്ള പ്രവണത ബാക്കിയുള്ള പത്രക്കാരിലുണ്ടാവും. പീഡിപ്പിക്കപ്പെട്ട ആദ്യഘട്ടത്തിലൊന്നും ഒരു മാധ്യമ പ്രവർത്തകയായിട്ട് പോലും മാധ്യമങ്ങൾ വേണ്ടത്ര ഒരു പരിഗണന കൊടുത്തില്ല. പിന്നെ സാമൂഹ്യ സംഘടനകളും സാംസ്കാരിക സംഘടനകളൊക്കെ സജീവമായിട്ട് ഇടപെട്ടപ്പോഴാണ് താരതമ്യേന ഈ ഇഷ്യൂ വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആ ഇഷ്യൂസിന്റെ പേരിൽ അവര് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. I wanted to talk more about Madani's case than about my case because at least I have this much of supporters here. At least I am not in jail. I am sitting here. There was an absolute silence or there was a kind of dreadful negative attitude to Abdul Nasser Madani's issue in Kerala. രാജ്യദ്രോഹപരം എന്ന് സാമാന്യബോധം കരുതുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആളുകൾ പേടിക്കും. ഇനി ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവരെ ടെററൈസ് ചെയ്യും. ഒരു ഭീതിയുടെ മുൾമുനയിലാണ് ഇപ്പോൾ ഇവിടുത്തെ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പത്രപ്രവർത്തകരായാലും ശരി, കലാകാരന്മാരായാലും ശരി, ആക്ടിവിസ്റ്റുകളായാലും എല്ലാവരും ശരി, അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനവും ചിന്തകളും ഇല്ലാതെയാകുന്നു എന്നുള്ളത് തീർച്ചയായും ഭരണകൂട ഭീകരതയായിട്ട് തന്നെ നമ്മളതിനെ കണക്കാക്കേണ്ടി വരും. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതെനിക്ക് എങ്ങനെയാണ് മനുഷ്യാവകാശം രാഷ്ട്രീയം ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അതൊക്കെ വായനയിലൂടെ, വായനാശീലമുണ്ട്. 15 വയസ്സ് മുതൽ നല്ലതുപോലെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പരന്ന വായന സ്കൂൾ സിലബസിനകത്തുള്ളതല്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് അന്നൊക്കെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഇങ്ങനെ ഈ ഇന്നത്തെ അവസ്ഥയിലുള്ള ദ്രോഹമൊന്നും അന്നുണ്ടായിട്ടില്ല അക്കാലത്ത്. പിന്നെ വളർന്നു വന്നതിന് ശേഷമാണ് പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ നിഗൂഢമായ ആസൂത്രിതമായ ദ്രോഹങ്ങളും പീഡനങ്ങളും കേസുകളും രാജ്യത്ത് തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസുകളിലൊക്കെ പീഡിപ്പിക്കും. ഒക്കെ ശരിയാവും. അമ്മയ്ക്ക് സർക്കാരിനോട് എന്താ പറയുന്നത്? നിരപരാധിയായ മോനെ പിടിച്ചോണ്ടിട്ട് പീഡിപ്പിക്കുന്നു. അതിന് വളരെ വിഷമമുണ്ട്. തിരിച്ചു വരുന്നു.
അദ്ദേഹത്തിന് ജാമ്യത്തിലെങ്കിലും വിട്ടുകൂടായിരുന്നോ? അദ്ദേഹത്തിൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾക്കും വൃദ്ധരായ മറ്റു ബന്ധുക്കൾക്കും അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ഭാര്യയ്ക്കും 2 ഓമന കുഞ്ഞുങ്ങൾക്കുമൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, ഇവിടുത്തെ സവർണ സമ്പന്ന വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്രത്തോളം അവരുടെ പുറത്ത് സഹിക്കാനായിട്ട് അടിച്ചേൽപ്പിക്കേണ്ടിയിരുന്നോ എന്നൊക്കെ ഉള്ളത് ചോദ്യങ്ങളാണ്. പറഞ്ഞു അഭിപ്രായം പോലെ പറഞ്ഞു ലോയർ ആവുന്നതാണ് നല്ല തെറ്റായിട്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി നോക്കും. എനിക്കും തോന്നുന്നത് ഞാൻ എന്നെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാവുന്നതിനേക്കാൾ എൻ്റെ ആപ്പാക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആവശ്യം പറഞ്ഞു കുറേ ജയിലിപ്പം ഉള്ള ജയിലിൽ തന്നെ ധാരാളം നിരപരാധികളല്ലാതെയും കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് സഹായവും സേവനവും ചെയ്യാൻ വേണ്ടി ആ ഒരു മേഖല തിരഞ്ഞെടുക്കാൻ പറ്റും. നമുക്കും പൂർണ്ണമായ സ്വീകാര്യത അപ്പോൾ പറഞ്ഞ് അതുപോലെ അനുസരിക്കുക. അവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നല്ല ഗുണമുണ്ടായി, സൗഖ്യ ട്രീറ്റ്മെന്റ് നല്ല ആശ്വാസം ഉണ്ടായി. പക്ഷെ അതിനുശേഷം ഇവര് പിന്നെ 1 മാസങ്ങൾക്ക് ശേഷം വീണ്ടും കൊണ്ടുവരണമായിരുന്നു. അത് ചെല്ലാതെ കാരണത്താൽ ഇപ്പം അദ്ദേഹത്തിന് ഈ വലത് കൈ പെടലി എന്നുള്ള വേദന ഇറങ്ങിയിട്ട് കൈകൊണ്ട് എഴുതാനോ എന്ന് പറഞ്ഞിരിക്കാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഉള്ളത്. രണ്ടാമത് നിങ്ങൾ ഈ ചികിത്സ ചെയ്തതിൻ്റെ ബാക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കഴിയുമ്പോഴത്തേൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും, കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കത്തും വന്നു ജയിലിലേക്ക്. പക്ഷെ അതങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല. നമ്മൾ പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ പോകുന്നതിന് മുമ്പുള്ള മാനസികാവസ്ഥ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ കഴിക്കുന്നൊരവസ്ഥയിലാണ് ഉള്ളത്. അത്രയും നമുക്ക് വേദനയായിരുന്നു അദ്ദേഹത്തിനെ കാണാതെ. ഇങ്ങനെ ഇത്രയും സുഖമില്ല, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയിന്ന് കണ്ട് ഭയങ്കര വിഷമം. കാരണം കാല് വികലാംഗനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു കാല് കൊണ്ടുള്ള ഒരവസ്ഥ, ബാത്റൂമിലെങ്കിലും പോയി അദ്ദേഹത്തിന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളെ പത്രങ്ങൾ വായിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ. നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനൊരു അവസ്ഥ വരുന്ന കാര്യത്തെക്കുറിച്ച്. ഭയങ്കര വിഷമത്തിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തോടെ പോയി കണ്ടതിന് ശേഷമാണ് നമുക്ക് ഇത്രയേറെ ഒരു മനുഷ്യൻ ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ വളരെ നല്ല മാനസികാവസ്ഥ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പോലും ഇത്രയും ഒരു സഹിക്കാനുള്ള ഒരു അവസ്ഥയും ഇതെല്ലാം നേരിടാൻ പറ്റുന്ന നിലയിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി തരുന്ന അദ്ദേഹത്തിൻ്റെ സമീപനവും അദ്ദേഹത്തിൻ്റെ സംസാരവുമാണ്. നമുക്ക് നല്ല ബോധ്യമുണ്ട് 1% പോലും ഈ കേസിൽ, ബാംഗ്ലൂർ കേസിൽ അദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേസ് കുറച്ച് വൈകിയാൽ അദ്ദേഹം തീർത്ത് നിരപരാധിയായിട്ട് തന്നെ ഇറങ്ങുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ. പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ആളെ കിട്ടുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിച്ച് പിന്നെ തീർത്തും രോഗാവസ്ഥയിലുള്ള ഒരവസ്ഥയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളിത് ആരോടാ പറയുക? കോടതികളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നമ്മൾ പറയുക എന്നല്ലാതെ കോടതികളിൽ പ്രോസിക്യൂഷൻ ഇയാൾ ആഗോള തീവ്രവാദിയാണെന്നുള്ള നിലയിൽ പറയുമ്പോൾ തന്നെ കോടതികളുടെയൊക്കെ മൈൻഡ് മാറുക. ആളുകളെ അവരുദ്ദേശിക്കുന്ന നിലയിലേക്ക് അവർ ഒരു ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു കേസിൽ പെടുത്തി അവരുടെ ശിഷ്ടായുസ് പിന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന ലക്ഷ്യം. പക്ഷെ അതങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ള ആളുകളുടെ വേദനകൾ നമ്മൾ സ്വയം ഒതുങ്ങി തീരാവുന്നല്ല. നമ്മൾ എന്ത് ചെയ്യാനാ? ആരോട് പറയാനാ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ പണിയെടുക്കുന്ന സാധാരണ മനുഷ്യർ, ചെറുപ്പക്കാർ, അവർ മുതൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ വരെ വളരെ ആകുലതയോടെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് അബ്ദുൽ നാസർ മദനിക്ക് ജാമ്യം ലഭിക്കുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നിയമം അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ തൃപ്തികരമായ ഉത്തരം എനിക്ക് നൽകാൻ കഴിയില്ല. അത് നിയമവ്യവസ്ഥയുടെ പരാജയമാണ്. അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പരാജയമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പരാജയമാണ്. അത് പരാജയമായി കാണാത്ത ഒരു വ്യക്തിയേ ഉള്ളൂ, അത് അബ്ദുൽ നാസർ മദനിയാണ്. This man is even today in this condition leading by example because he is not compromising. We all have to stand by him. We all have to strive for his release. By struggling for justice for Abdul Nasir Madani, you won't be struggling for justice for a man, for one man.
you will be upholding the basic values of democracy in this country. You will be fighting for the rights of future generations in this country. And I can assure you that at the end of the day, the truth will prevail. Truth will always prevail. ഏത് നിരപരാധിയെയും ഏത് നിമിഷവും ഏതൊരു ഉദ്യോഗസ്ഥനും ഏതൊരു ഏജൻസിക്കും കുടുക്കാൻ കഴിയും, തകർക്കാൻ കഴിയും എന്നുള്ള നമ്മുടെ വ്യവസ്ഥിതിയുടെ വൈകല്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. ഒരുപക്ഷേ ഞാൻ ഈ പോകുന്ന പോക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടല്ല ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടല്ല ഞാൻ പോകുന്നത്. കാരണം എന്നെ തിരിച്ചു വിടാൻ വേണ്ടി അല്ല. അങ്ങനെ വിടാനാണ് ഈ കുടുക്കുകളൊന്നും ഇത്ര കൃത്യമായി ഒപ്പിക്കൂല. ഈ കുടുക്കുകൾ മൊത്തം ഒപ്പിച്ചത് എന്നെ തകർക്കാൻ വേണ്ടിയാണ്. അതിലിനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് जो ना जाने हक की ताकत, जो ना जाने हक की ताकत, रब ना देवे उसको हिम्मत, रब ना देवे उसको हिम्मत। हम मन के दरिया में डूबे, हम मन के दरिया में डूबे, कैसी नैया क्या मंजदार। हम बस करी हो यार इल्मो, बस करी हो यार, बस करी हो यार इल्मो, बस करी हो यार। अल्लाह साया, 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 अल्लाह